പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതികേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതികേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതികേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ നമ്മൾ പോലും അറിയാതെ കർത്താവ് കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവനോട് നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്ന് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഇവിടെ യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് നമ്മൾ കാണുന്നതെങ്കിലും യേശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞവൻ സ്നാപകി യോഹന്നാനാണ്. സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാരോടാണ് സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് അത് പറഞ്ഞ മാത്രയിൽ തന്നെ ആ 2 പേരും യേശുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ്. യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുന്ന വേളയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? പ്രിയമുള്ളവരെ, ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്ത യേശുനാഥൻ പറഞ്ഞത്, വന്ന് കാണുക. ഇവിടെ പ്രധാനമായും യേശുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന 2 വാക്യങ്ങൾ, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന ഒരു ചോദ്യവും അവർ ചോദിച്ചതിന് മറുപടിയായി വന്നു കാണുക എന്ന ഒരു മറുപടിയുമാണ്. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് അന്വേഷിക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. നീ നിന്റെ ജീവിതത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? നമുക്ക് ക്യാഷ്വലായിട്ട് ഒത്തിരിയേറെ ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ നല്ലൊരു കംഫർട്ടാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. പക്ഷേ അത് എപ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ യോഹന്നാന്റെ ആ 2 ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കും, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? സ്നാപക യോഹന്നാൻ അവരോട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിനെക്കുറിച്ചാണ് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്.
ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ സ്നാപകയോഹന്നാന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തൻ്റെ പുത്രൻ ആരാണ്. അവൻ്റെ അടുക്കൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുകയും ചെയ്യുന്നത് സ്നാപകയോഹന്നാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് അവൻ ഇപ്രകാരം പറയുന്നത്, ആ പോകുന്നതിനാണ് ദൈവപുത്രൻ എന്ന്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ അർത്ഥമാക്കിയത് അതാണ്. നമ്മൾ എല്ലാവരും ഇതുവരെ കാത്തിരുന്നവനാണ് ഇതാ നമ്മുടെ മുമ്പിലെ കടന്നു പോകുന്നവൻ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ചോദിച്ച ആ ചോദ്യം നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ തെറ്റുകളിലേക്ക് വീണു പോകുമ്പോൾ, അല്ലെങ്കിൽ ശരിയായ ഒരു ജീവിതം നയിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന വേളകളിൽ എല്ലാം നമ്മൾ ചോദിക്കണം, ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങുവാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ടോ? ഞാൻ ബൈബിളിലൂടെ ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. മറ്റു പല പുസ്തകങ്ങളിലും വിശുദ്ധർ പോലും യേശുവിനെ കുറിച്ച് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. ചില വിശുദ്ധരെല്ലാം തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ വായിക്കുമ്പോൾ ഞാൻ എപ്രകാരമാണ് എൻ്റെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്? അതോ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ ജീവിതം മാറ്റിവെക്കുന്നത്? എനിക്ക് സാമ്പത്തികമായിട്ട് വളരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബജീവിതം മെച്ചപ്പെടുത്തണം, അങ്ങനെയുള്ള മാനുഷികമായ ചിന്തകളാണോ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനിടയിൽ ആത്മീയമായി വളരണമെന്ന് എനിക്ക് എത്ര തവണ തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മളും ദൈവവും തമ്മിലുള്ള അകലം എത്രമാത്രമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ആ പ്രാർത്ഥനകൾ അത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ പ്രാർത്ഥനകളിലുള്ള പോരായ്മകളെക്കുറിച്ച് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. ഇവിടെ ആ രണ്ട് ശിഷ്യന്മാർ അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് വന്നു കാണുക എന്ന ഒരു മറുപടിയാണ്. അതിനുശേഷം വചനം പറയുന്നുണ്ട്, അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവിനോടൊപ്പം വസിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് എന്നതിന് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ആ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന അല്പസമയം അവനോടൊപ്പം ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, അല്ലെങ്കിൽ അവനോടൊപ്പം വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ, തീർച്ചയായും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ പലപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് സമയമില്ല. ആഴ്ചയിൽ 7 ദിവസമുണ്ട്. ആ 7 ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ നമ്മൾ എത്രമാത്രം താല്പര്യം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആലയത്തിലൊരു നിത്യാനന്ദ ചാപ്പലുണ്ട്. അവിടെ ദിവസേന ഒത്തിരിയേറെ ആളുകൾ വന്ന് മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കുന്നുണ്ട്. മിക്ക ദിവസവും രാത്രിയിൽ നമുക്കിവിടെ കുർബാനയുണ്ട്. 12 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ഒരു കുർബാനയാണത്. രാത്രി മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്പം വിശ്രമിക്കേണ്ട സമയം പോലും കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഇന്നും ഉണ്ട് എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ്. കാരണം അവരെല്ലാവരും ദൈവത്തെ അനുഭവിച്ചവരാണ്. ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർ ഈ നിത്യാന ചാമ്പിലേക്ക് കടന്നു വന്ന് ദിവസവും പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന കൃത്യമായി ചൊല്ലുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്?
ഒന്നുകിൽ ഭാര്യയ്ക്ക് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയായിരിക്കാം. എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സമയം ഉണ്ടായിരിക്കില്ല. ആരെങ്കിലും ഒന്ന് ഫ്രീ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ പല രീതിയിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കർത്താവിനോടൊപ്പമായിരിക്കേണ്ട സമയം അത് കൃത്യമായി കർത്താവിന് നൽകണം എന്നുള്ള ഒരു സത്യമാണ്. കാരണം കർത്താവിനോടൊപ്പമായിരിക്കുമ്പോഴാണ് കർത്താവിനെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക. ഇവിടെ കർത്താവിനോടൊപ്പം അവർ താമസിച്ചു കഴിഞ്ഞപ്പോൾ അവർ കർത്താവിൻ്റെ ശിഷ്യരായിട്ട് മാറുന്നുണ്ട്. അന്ത്രയോസും ശിമോൻ പത്രോസും എല്ലാം കർത്താവിൻ്റെ ശിഷ്യരായിട്ട് മാറിക്കഴിയുമ്പോൾ പിന്നീട് അവനോടൊപ്പം സഞ്ചരിക്കുന്നവരായിട്ട് മാറി. അതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തൊഴിലുകളും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കി അവനോടൊപ്പം ആയിരിക്കാൻ സാധിച്ചു എന്നതാണ് അവരുടെ ജീവിതത്തെ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൾ ഇറങ്ങിത്തിരിച്ചു. തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞിട്ട് പോലും വെറും 5 രൂപയും വെച്ച് ഇറങ്ങിത്തിരിച്ചവളാണ്. പിന്നീട് കൊൽക്കത്തയെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ആ വിശുദ്ധയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം അവളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ക്രിസ്തുവിൽ ഒരു വലിയ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. അൽഫോൻസാമയുടെ ജീവിതത്തിലും തൻ്റെ സഹപ്രവർത്തകർ പോലും തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോഴും, തന്നെ നിരന്തരം കളിയാക്കിയപ്പോഴും, തൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും അവൻ മനസ്സ് തകരാതെ മുന്നോട്ട് പോയത് തൻ്റെ കൂടെ ക്രിസ്തു ഉണ്ട് എന്ന ബോധ്യമാണ്. ആ ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ കളിയാക്കലുകളുടെ ഇടയിലും ഒറ്റപ്പെടലിൻ്റെ ഇടയിലുമെല്ലാം അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്. അതുപോലെ ഓരോ വിശുദ്ധരുടെ ജീവിതമെടുക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുക ഇതാണ്. തങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും എതിർത്ത വേളകളിലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ അവർക്ക് സാധിച്ചത് ആ ക്രിസ്തുവിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ആദ്യ നൂറ്റാണ്ടുകളിലെ രക്തസാക്ഷികളായ വിശുദ്ധരെല്ലാം ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചത് ആ ക്രിസ്തു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അവർക്കറിയാമായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ എന്താണ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നതെന്ന്. അവർക്കറിയാമായിരുന്നു ക്രിസ്തു ഞങ്ങളെ അവനോടൊപ്പം ആയിരിക്കാൻ വിളിച്ചതാണെന്ന്. അവർക്ക് ആ അനുഭവം അവരുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിച്ചതുകൊണ്ടാണ് തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുന്ന വേളകളിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്. എന്നാൽ പ്രിയമുള്ളവർ, ഇന്ന് നമുക്ക് എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. സുഖലോപതയിൽ മുഴുകി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ അറിയുവാൻ അല്പസമയം മാറ്റിവയ്ക്കുവാൻ നമ്മൾ തയ്യാറാണ്. ക്രിസ്തുവിന് വേണ്ടി ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് എന്ന ബോധ്യത്തിൽ ഇന്ന് ഈ ദിവ്യകാന്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകം നന്ദി പറയുകയും ഇന്ന് നമ്മൾ വിശകലനം ചെയ്ത വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തണം. അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെയാണോ അന്വേഷിക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെ സുഖങ്ങളാണോ ഞാൻ ദിവസേന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാൻ അല്പസമയം എനിക്കുണ്ടോ? ഓരോ ദിവസവും അല്പസമയമെങ്കിലും കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് സാധിക്കില്ലേ? പ്രിയമുള്ളവരെ, അതിന് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കുവാൻ സാധിക്കുക. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്ന നിമിഷങ്ങളാണ്. ആ ഒരു ബോധ്യത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നിരന്തരം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു കൃപ നമുക്കൊരു എല്ലാവർക്കും കർത്താവ് നൽകും എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ നിമിഷം അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.